ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്ന അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു പോകുന്നത് നമ്മുടെ ബസ് മാറ്റി ഇന്തോനേഷ്യയിൽ നമുക്ക് ട്രാവലർ എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് ട്രാവലറിൻ്റെ ഒരുവിധം കുറേ ടൈപ്പ് ട്രാവലറുകളുണ്ട്. ഒരു ആപ്പാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ്. ആ വീഡിയോ എനിക്ക് ഇടയ്ക്ക് ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ എവിടെ അങ്ങനെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവലറിൻ്റെ ആപ്പ്. ട്രാവലർ ബസ് ഐ ഡി മോഡ് കേരള എന്നാണ് ആപ്പിൻ്റെ പേര്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഒരുവിധം എല്ലാ ട്രാവലറുകളും ഉണ്ട്. ജസ്റ്റ് യെസ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ കുറേ പേജുകളായിട്ട് വരും. കുറേ അടിപൊളി ട്രാവലറുകളുണ്ട്, കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ബുഡ്ജറ്റിൻ്റെ ട്രാവലറൊക്കെ ഉണ്ട്. ഈ ഫസ്റ്റ് പേജിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഏതാ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പേജിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഫോഴ്സ് ട്രാവലർ ഗജ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം. മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മോഡ് വരും. അപ്പോൾ അടിയിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും. V3 ട്രാവലർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ബാക്ക് എടുത്തതിന് ശേഷം ലിവറിമേൽ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അടിയിൽ ഡൗൺലോഡ് വരും. അതിനുശേഷം മീഡിയ ഫയൽ തന്നെ ഓപ്പൺ ആയിട്ട് വരും. മുകളിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് നമ്മുടെ ഫയൽസ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് V3 ട്രാവലർ എന്ന് സെർച്ച് ചെയ്യാം. അതുപോലെ മോഡ് കാണാൻ പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യുക. മൂവ് കൊടുക്കുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ഐ ഡി എടുക്കുക, മോഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ട്രാവലർ. അപ്പോൾ നമുക്ക് ലിവറിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ലിവറി എടുക്കുക, ബ്രൗസ് ലിവറി എടുക്കുക, ഡിവൈസ് ഗാലറി എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിവറി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലിവറി. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ട്രാവലർ മൊത്തത്തിൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രാവലർ. മുന്നിൽ ഫോഴ്സ് ലൈറ്റിങ് സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് എന്തായാലും. അപ്പോൾ ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം. ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ്. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ലൈറ്റിങ് അതെല്ലാം ഉണ്ടോ നോക്കട്ടെ. ലൈറ്റിങ് തന്നെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കാം. വിൻഡോസ് ഓപ്പണായി. 1 ക്ലിക്ക് ചെയ്തപ്പോൾ 2 ക്ലിക്ക് ചെയ്തപ്പോൾ ഇൻറ്റീരിയറിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ 3 ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ബാക്കിലത്തെ ഡോർ തുറന്നു. അപ്പോൾ ഉള്ളിൽ സ്പീക്കർ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ എക്സ്റ്റീരിയർ അതായത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ കുറേ അടിപൊളി മോഡുകളുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.